കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ ഒന്ന് വാഴ്ത്തിക്കാട്ട്. അതിനായിട്ടാണല്ലോ നാം ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്നത്. അവൻ്റെ കൃപകളെ നമുക്ക് ഓർക്കാം, അവൻ്റെ വിശ്വസ്തതയെ നമുക്ക് ഓർക്കാം, അവൻ്റെ പരിപാലനത്തെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥന മറുപടികളെ നമുക്ക് ഓർക്കാം. അവൻ നമ്മോട് കരുണയോട് അവൻ നമ്മെ ഹല്ലേലൂയ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നത് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിച്ചല്ലോ, അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്തല്ലോ. ഈ പുതിയ ആഴ്ചയുടെ ഒന്നാം ദിവസം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസവും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്ത്, ഓരോ ദിവസവും അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തി വീഴാതെ വണ്ണം പരിപാലിക്കാമെന്നുള്ള വാഗ്ദത്തം തന്ന് ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്ന ഹല്ലേലൂയ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശു ഞങ്ങളെ അനുഗ്രഹിച്ച് ധൈര്യത്തോടെ ഈ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഈ സമയം മുതൽ കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പാട്ടുകൾ പാടി അങ്ങേ സ്തുതിപ്പാൻ കൃപ തരുമാറാകണമേ. ഞങ്ങളുടെ തിരുവെഴുത്തിലൂടെ ഞങ്ങളുടെ ദാസന്മാരോട് ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കുമാറാകണമേ. ഞങ്ങളെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളം നിറയുവാൻ, ഞങ്ങളെ തന്നെ ഒരു ആരാധനയായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് സമാധാനം പ്രാപിച്ചവരായി, ശക്തി വർദ്ധിച്ചവരായി, കർത്താവേ അങ്ങിലുള്ള പ്രത്യാശ വർദ്ധിച്ചവരായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായി നന്ദി പറയുന്നു, സൗഖ്യത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ഇറങ്ങി വന്ന് ഉത്തരമരുളുന്ന ജീവനുള്ളൊരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നുവെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഒരവസരം കൂടെ നൽകുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ ആശ്വാസത്തിൻ്റെയും വിടുതലിനെയും കരം കർത്താവ് നീട്ടേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവേ, പീഡനത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. ധൈര്യത്തോടെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി സുവിശേഷത്തോടെ നിൽപ്പാൻ ദൈവദാസന്മാരെ, ദൈവമക്കളെ അങ്ങ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. സൂമിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സഭാവുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പുത്രന്റെ നാമം മാത്രം ഞങ്ങൾ ഉയർന്നിരിപ്പാനിടയാക്കണം. പ്രാർത്ഥകരോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ സഭാഹോളിലും സൂമിലുമായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ പറയുന്നു. ഗസ്റ്റായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നവർക്ക് വന്ദനത്തെ പറയുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ നാമത്തെ സങ്കീർത്തനം വായിച്ച് മഹത്വപ്പെടുത്താം. അതിനുശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 96 സങ്കീർത്തനം, സാം നമ്പർ 96. വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 96. വായിക്കുന്നു. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രമായ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും വിധിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ അതിന് കാരണമുണ്ട്. കാരണം കൂടാതെ അല്ല നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ വലിയവനാണ്, അവൻ ഏറ്റവും സ്തുതിപ്പാൻ യോഗ്യനാണ്, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ്. വ്യത്യാസം കാണിക്കുന്നത് ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികളത്രേ, ജീവനില്ലാത്ത ദൈവം. എന്നാൽ നാം സേവിക്കുന്ന ദൈവമാരാ?
അവൻ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്. ഇന്ന് രാവിലെയും സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. അവനതിന് മഹത്വത്തിന്, പ്രശംസയ്ക്ക്, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടികളെ ഓർത്ത് കർത്താവിനെ എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതിന് നമ്മെ യോഗ്യരാക്കിയത് എങ്ങനെയാണ്? തൻ്റെ പുത്രനിലൂടെയാണ്. രാവിലെയും കർത്താവിന് ചില ഗാനങ്ങൾ പാടി അവനെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ്റെ കരുണയും കൃപയും നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, അതുകൊണ്ട് വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. അവൻ സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നും ഓർത്തിടും ഞാൻ. കരുണയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നും ഓർത്തിടും ഞാൻ. ആദിയും അന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ.
മനസ്സലിയുന്ന മഹാപ്രഭുവേ, വാത്സല്യത്തോടെന്നെ ചേർത്തവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ, വാത്സല്യത്തോടെ ഹല്ലേലൂയ, മാറാത്ത സ്നേഹം പകർന്നവനേ, ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ, ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദിയുമന്തമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ, വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Lord, we praise you, Lord, we praise you, Lord, we praise you, Lord, we praise you, Lord. നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും കർത്താവേ. ഞങ്ങളുടെ കരുണയ്ക്കായി, ഞങ്ങളുടെ കൃപയ്ക്കായി, ഞങ്ങളുടെ മനസ്സിലുവിനായി സ്തോത്രം, 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 സ്തോത്രം. We praise you, Lord, we praise you, Lord, we praise you, Lord, we praise you, Lord. Hallelujah, 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 hallelujah. കരുണയും കൃപയും മനസ്സലിവുള്ള ദൈവം, വഴിയും സത്യവുമായവൻ, ഏകരക്ഷാമാർഗമായവൻ. Hallelujah, 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 hallelujah. Praise you, Lord, praise you, Lord. അവിടുത്തെ ദേഹമെന്ന തിരുശീല ചെയ്യുന്ന നമുക്ക് വേണ്ടി പുതുവഴി തുറന്ന് ഇന്ന് രാവിലെ ദിവസത്തിലേക്ക് കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ആ കൃപാസനത്തിലേക്ക് കടന്നു വരുവാനുള്ള പ്രാഗൽഭ്യവും അതിനുള്ള ഭാഗ്യവും അവസരവും കർത്താവ് നൽകി തന്നല്ലോ. അതിന് മുഖാന്തരമായത് നാം പാടുവാൻ പോകുന്ന പാട്ടിൽ സ്റ്റാൻസിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ കോറസ് ഇങ്ങനെ പറയുന്നത്: ഞാൻ പാടും ഈ നാളിനീ മോദാൽ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ഹല്ലേലൂയ. ചേർന്ന് പാടി, ഗാനം കൂടെ പാടി കർത്താവിനെ സ്തുതിക്കും. ഞാൻ പാടും ഈ നാളിനീ മോദാൽ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വൈരമോ അല്ല മറുവിലയാ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ,
Hallelujah, hallelujah, hallelujah. Praise you Lord, 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 praise you Lord. Hallelujah, hallelujah, hallelujah. അടുത്ത സന്നദ്ധിയിൽ ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിനത് പ്രസാദകരമായി തീരട്ടെ. തുടർന്നുള്ള ശുശ്രൂഷാനുഗ്രഹത്തിന് വേണ്ടി നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ബേജാൻ ചുരുക്കം വാചിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Praise the Lord, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. സഹായിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. ബലപ്പെടുത്തണമേ. യെസ് ലോർഡ്. Thank you, Lord. Thank you, Lord. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. Thank you, Jesus. Hallelujah. Thank you, Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Lord. Thank you, Jesus. Amen. Amen. You may be seated. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കടന്നു വന്ന സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗസ്റ്റായിട്ട് പല പ്രിയപ്പെട്ടവരുടെ മധ്യമുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. We welcome each and every person to the house of the Lord. So we will introduce them later. So before we go further, I invite our little one, not youngsters, right? Praise the Father, praise the Son, praise the Spirit, three
4:13. I can do all things through Christ who strengthens me. Sing to the Lord a new song. Sing to the Lord a I all the earth. God showed his great love for us by sending Christ to die for us while we were still sinners. Romans 5 verse 8. Acts 13, verse 48 and 49. When the Gentiles heard this, they were glad and honored the word of the Lord, and all who appoint for eternal life believed. The word of the Lord spread through the whole region. Acts 13, verse 48 49. When the Gentiles heard this, they were glad and honored the word of the Lord, and all who were appointed for eternal life believed. The word of the Lord spread through the whole region. Galatians 6, verse 1 and 2. Brethren, if anyone is caught in a trespass, you who are spiritual will restore such a one in a spirit of gentleness, each one looking at yourself, so that you too will not be tempted. Bear one another's burdens, and thereby fulfill the law of Christ. Acts 13, verse 48 and 49. When the Gentiles heard this, they were glad and honored the word of the Lord, and all who were appointed for eternal life believed. The word of the Lord spread through the whole region. Acts 4 verse 12. Salvation is found in no one else, for the name under heaven given to men by which we must believe. Now by this that we know him if we keep his commandments. He who says he knows him but does not keep his commandments is a liar, and the truth is not in him. 1 John 2, 3, and 4. Take down he that the Lord is good. Psalms 34 verse 8. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വിനോദ് ബ്രദർ പ്രാർത്ഥിക്കും. ഒന്നിച്ചൽപ്പം പ്രാർത്ഥിക്കാമോ? എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം എബവ്. കർത്താവ് തന്ന ദാനങ്ങളാണ്. കർത്താവിന് മുമ്പിൽ ഇവർ പ്രേഷ്യസ് നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാമോ? അവർ പറഞ്ഞ വചനം ഉൾനട്ട വചനമായി ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത്. വളരുംതോറും പാപത്തെ വെറുത്ത് ലോകത്തെ വെറുത്ത് കർത്താവിന് ഇവിടെ നിൽക്കുന്നവരായി തീരുവാൻ ഭവനത്തിലും സഭയിലും സമൂഹത്തിലും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിനോദ് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കടന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിലുള്ളവർക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് 2-3 വർഷം മുമ്പ് ദിവാത്മാവിനോട് സംസാരിച്ച ചില വേദഭാഗങ്ങൾ അത് അല്പമായി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി വീണ്ടും ദിവാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് വീണ്ടും ആ വിഷയം എടുക്കുന്നത്. Psalm 61 verse 2. Hear my cry, O Lord. Give heed to my prayer. From the end of the earth I call to you.
when my heart is faint. Lead me to the rock that is higher than I. Lead me to the rock that is higher than I. Let me read one more portion. Matthew chapter 14, verse 28. Peter said to him, Lord, if it is you, command me to come to you on the water. If it is you, command me to come to you on the water. Do you know what is the topic of this message? നിങ്ങൾ മറന്നുപോയി അല്ലേ? 23-ൽ പ്രസംഗിച്ച വിഷയമായി. അന്ന് മുഴുവൻ പ്രസംഗം പറഞ്ഞില്ല. Lead me to the rock that is higher than. നീ മറക്കാതിരിക്കും 2-3 സ്റ്റെപ്പുകൾ പറയാം. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. When we feel God is away, confidence in God's protection. ദൈവിക കരുതലിൻ്റെ ആത്മവിശ്വാസം. മകളെ അത് മാറ്റിയത് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിക്കാമോ ഒന്നിച്ച്? നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവരാണ്. ദാവീദ് പറയുക, എന്നെ ഇഗ്നോർ ചെയ്യരുത്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ച് പോകരുത്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ പ്രാർത്ഥിച്ചാണ്. ചുടരുന്ന ശോധനാവേളയിൽ കൂടെ വന്നു ഓ ചുടരുന്ന ശോധനവേളയിൽ കൂടെ വന്നു ചേരുമച്ചൂളയിൽ ഈ വിധാ സ്നേഹിതൻ പാരിലാ, ഈ വിധാ സ്നേഹിതൻ പാരിലാ, വീണ്ടെടുത്തോനൻ നെറ്റൻ ചോരയാ, എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ലോകമാം കടൽ തീരത്തള്ളലിൽ പോകുമവൻ പാറയിൻ വിള്ളലിൽ. ലോകമാം കടൽ തീരത്തള്ളലിൽ പോകുമവൻ പാറയിൻ വിള്ളലിൽ. കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ഓ കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ഓ ഈ വിധാ സ്നേഹിതൻ പാരിലാ, ഈ വിധാ സ്നേഹിതൻ പാരിലാ, വീണ്ടെടുത്തോനെ തൻ ചോരയാ, വീണ്ടെടുത്തോനെ തൻ ചോരയാ,
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തിന് അങ്ങയോളം വലുപ്പമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വീണ്ടും കൃപ തരണമേ. അടിയനോട് അടിയൻ്റെ പ്രിയപ്പെട്ടോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 62-ാം സങ്കീർത്തനം. ഏത് സിറ്റുവേഷനിലാണ് അവൻ പ്രാർത്ഥിക്കുന്നതെന്ന് വായിച്ചാൽ അറിയാം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. ദൈവമക്കളെ, എത്ര കരുത്തുള്ള പാസ്റ്ററായാലും, പിന്നിലെ വിശ്വാസയുടെ കാര്യം, എത്ര കരുത്തുള്ളവർ കുഴപ്പമില്ല, ദൈവം എല്ലാം നന്നായി ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ ഉള്ളിലും കരച്ചിലുണ്ട്. തെളിവ് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു. ജനത്തോട് പറയുക, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. ഏകദേശം 10-20 ലക്ഷം ആൾക്കാരുണ്ട്. മോശെ പറയുക, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, പിറുപിറുക്കാതെ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മലയാളം മനസ്സിലാവുന്ന ഇടയ്ക്ക് സഹോദരനൊക്കെ പറയണേ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളണം. ഓ, ആ ധൈര്യത്തിൻ്റെ വാക്ക് ഞങ്ങൾക്കൊന്നുമില്ല, മോശയെപ്പോലുള്ളവർക്കേ ഉള്ളൂ. അവൻ ധൈര്യത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ദൈവം അടുത്ത് വന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത്. നിലവിളി ഉണ്ടോ അവിടെ? ധൈര്യത്തിൻ്റെ പ്രൊക്ലമേഷൻ അല്ലേ? ഫെയ്ത്ത് ഡിക്ലറേഷൻ അല്ലേ? ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. മുമ്പിൽ ചെങ്കടല, വഴികളെല്ലാം അടഞ്ഞു. ദൈവമക്കളെ, കൃഷിവിധം പറയാൻ എളുപ്പമാ, വിഷയം വരുമ്പോൾ അഭിമുഖീകരിക്കാൻ പ്രയാസമാണ്. It's very easy to say a lot of things, but when problem comes, we look into Him, Lord. ആ സിറ്റുവേഷനിലായി പറയുന്ന ഹൃദയം ക്ഷീണിക്കുമ്പോൾ കർത്താദേവൻ ചോദിക്കുമ്പോൾ, നീ എന്തിനായി കരയുന്നു? അവൻ്റെ കരച്ചിൽ ആരെങ്കിലും കണ്ടോ? ഇല്ലെന്നേ. ആരും കരച്ചിൽ കണ്ടില്ലെങ്കിലും കാണുന്ന ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം അവനെ ആരാധിക്കാനാണ് വന്നിരിക്കുന്നത്. അവൻ്റെ വചനം നാം കേൾക്കുന്നത്. ദാവീദ് പറയുക, മലയാളം ഇങ്ങനെ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. Hear my cry, O God, give heed to my prayer. എൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണേ. അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നെ ഒന്ന് ഇഗ്നോർ ചെയ്യരുത്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുണ്ടോ? അങ്ങനെ ഉണ്ടെന്നേ. ആ വേർഡ് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിലത്, കർത്താവേ, എന്നെ നീ കൈവിടരുത്, എൻ്റെ സൈഡിൽ കൂടെ പോകരുത്, എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, എന്നെ ഒന്ന് നോക്കണമേ. അതിൻ്റെ അർത്ഥം അതാ. എപ്പോഴാണ് ഇത് കൂടുതൽ നാം പ്രാർത്ഥിക്കുന്നറിയാമോ? ഹൃദയം ക്ഷീണിക്കും. ഇവിടെ ആർക്കെങ്കിലും പറയാൻ കഴിയും, പക്ഷേ ഇതുവരെ അങ്ങനെ സംഭവം എനിക്കുണ്ടായിട്ടില്ല. ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ യു. പക്ഷേ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്തിൽ ആരോ ഒരു പാസ്റ്റർ പറഞ്ഞു, എനിക്ക് കർത്താവിനെ കണ്ട അന്ന് മുതൽ ഒരു പ്രശ്നവുമില്ല, ഏതോ കുഴപ്പമുണ്ട്. മുമ്പോട്ട് പോട്ടെ. ഈ സിറ്റുവേഷനിലല്ലേ അവൻ പറയുവാണ്, അവന് തോന്നിയ ഒരു കാര്യമാ. എന്തുവാ? ഭൂമിയുടെ അറ്റത്തായി പോയി. ഭൂമിക്ക് അറ്റമുണ്ടോ? ബൈബിൾ പറയുന്നത്, ഞാൻ ഭൂമിയെ വൃത്താകാരത്തിൽ വരച്ചിരിക്കുന്നു. അപ്പൊ ഈ സയൻസ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് തിരുവഴുത്ത് എഴുതിയിട്ടുണ്ട്, ഇത് പറഞ്ഞതല്ല, ഉരുണ്ടതാണ്.
നമ്മളൊക്കെ പണ്ട് പഠിച്ചു ഓർക്കുന്നുണ്ടോ? പണ്ട് കപ്പൽ വരുന്നു, ഇങ്ങനെ വരുന്നത് ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, ഭൂമി ഉരുണ്ടതാ. അപ്പൊ ഈ ഉരുണ്ട ഭൂമിക്ക് അറ്റമുണ്ടോ? ഇല്ലെന്നേ. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അനുഭവസ്ഥരായി പറയുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, കഴിഞ്ഞ 49 വർഷത്തെ ശുശ്രൂഷയിൽ ബാക്കി പിന്നെ കാര്യം പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ദാവി ഇവിടെ കൊണ്ട് അവസാനിച്ചോ? അവൻ വീട്ടിൽ ചെന്നെത്തുന്നത് വരെയും കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനാ. ചില സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ നമുക്ക് തോന്നും ഇതാണോ അവസാനം? നോ. ഇവിടം വരെ ഉള്ളോ? ഇത് ഭൂമിയുടെ അറ്റമാണോ? നോ 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 നോ. പക്ഷെ ഒരു കാര്യം, അവനെ ധൈര്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഭൂമിയുടെ അറ്റത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഓടിച്ചെല്ലുവാൻ ഒരു അത്യുന്നതമായ പാറയുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പാറ ഡോക്ടേഴ്സ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ പാറ ഈ ഭൂമിയിലെ ധനിയന്മാരൊന്നും അല്ല. നമ്മുടെ പാറ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ഒന്നും അല്ല. നമ്മുടെ പാറ ഈ ലോകത്തിലെ ഒരു നേതാവുമല്ല. 24/7 ഓടിച്ചെല്ലുവാൻ ഒരു ശാശ്വത പാറയുണ്ട്. ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്, ഫ്രം ദ എൻഡ് ഓഫ് ദി എർത്ത് ഐ കോൾ ടു യു വെൻ മൈ ഹാർട്ട് ഈസ് ഫെയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബോധം കിട്ടുപോയി. നമ്മുടെ ആത്മീയ സിറ്റുവേഷനെ പറയുന്നേ. നാം പുറമേ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിൻ്റെ വിഷയം അറിയാവുന്ന ദൈവമുണ്ട് കേട്ടോ. അടുത്തത് ലീഡ് മീ. അതുകൊണ്ട് ഞാൻ മയങ്ങി വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് ലീഡ് മീ, എന്നോട് ഒന്ന് പറ, എന്നോടൊന്ന് പറ എൻ്റെ അടുക്കലേക്ക് വരാൻ. ലീഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് നയിക്കണമെന്ന്. എന്താ എഴുതിക്കുന്നത് മലയാളത്തിൽ? അത്യുന്നതമായ പാറയിൽ എന്നെ. അതിനർത്ഥം ബേബിച്ചാൽ അവിടെ ഇരിക്കുക, ബേബിച്ചാൽ ഇങ്ങോട്ട് വന്ന് ബേബിച്ചാൽ ഇങ്ങോട്ട് നടത്തുക. Somebody is calling you near to him. ഒരു വിഷയം വരുമ്പോൾ ലോകരെ കൂടെ നിൽക്കുന്നവർ പോലും മാറിപ്പോവും. എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്, ഒന്നുമില്ലാത്തപ്പോൾ ആരുമില്ല. ഇതാ ലോകം. എല്ലാം ഉള്ളപ്പോഴയ്യോ ആ പുത്രൻ, അപ്പൻ്റെ ഇളയ മകൻ, സമ്പത്തുണ്ട്, എവറിതിങ് ഈസ് ദെയർ, കൂട്ടുകാരും ഒത്തിരിയുണ്ട്. എല്ലാം പോയപ്പോൾ ആരുമില്ല. അവിടെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവന് സുബോധം വന്നതല്ല, ദൈവം കൊടുത്തു. നമ്മളൊന്നും സുബോധം വരുന്ന കൂട്ടത്തിലല്ല. ആ സമയങ്ങളിൽ ദൈവം തരുന്ന സുബോധത്തിനായി സ്തോത്രം. മടങ്ങി വരാൻ. അപ്പോൾ സുബോധം വന്നു. എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് സമ്പത്തുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്, മാന്യതയുണ്ട്. ലോകത്ത് 4 പേർ അറിയുമെങ്കിൽ എല്ലാവരും അറിയും. പക്ഷേ സാഹചര്യം മാറി വരുമ്പോൾ കണ്ടവരും മാറിപ്പോകും. അതുകൊണ്ടല്ലേ മോൻഷന്മാർ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത്? ആരാ? കണ്ണും കാണാ. അതൊന്നും പാട്ട് പറഞ്ഞാൽ മതി, മൂത്താമ്പാക്കിലോട്ട് ഇരിക്കട്ടെ. യോ, ആരും സഹായമില്ലെല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എല്ലാം എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ.
എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഓ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഹല്ലേലൂയ. യെരൂശലേമിൽ പാർക്കുന്ന ഒരു ഭക്തൻ പറയുക, ഞാനായിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്താണ്. ചില സാഹചര്യങ്ങൾ നമ്മെ അവിടെ കൊണ്ട് എത്തിച്ചാലും നമ്മെ വിളിക്കുന്ന ഒരുവനുണ്ട്. കം ടു മീ. ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ട്രാക്ട്, ഒരു വചനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവനുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. ആത്മഹത്യക്ക് വേണ്ടി പോയ ഒരു ഗണേഷ് എന്ന് പറഞ്ഞ ഹൈന്ദവൻ, നേപ്പാളി സഹോദരൻ, രാവിലെ കടന്നു പോകുക ആത്മഹത്യക്ക് വേണ്ടി അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കാൻ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ദേവദാസൻ ജോയ് വർഗീസ് ഒരു ട്രാക്ട് കൊടുത്തു. കൊടുത്തത് ആ വ്യക്തിക്കല്ല. പലർക്കും അറിയാം, എന്നാ ചേട്ടനുണ്ടല്ലോ. കൊടുത്തത് ആ വ്യക്തിക്കല്ല, അടുത്തുകൂടെ പോകുന്ന വ്യക്തിക്ക് കൊടുത്തു. കാരണം സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഈ പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇത് രണ്ടുപേരെയും പോവാ. മറ്റേ പുള്ളി എടുത്ത് പോകറ്റിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്തിനാ ഇരിക്കുന്നത് പറഞ്ഞ് ഈ ഇങ്ങേപ്പുറത്ത് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഗണേശന് കൊടുത്തു. പുള്ളി എടുത്ത് പോകറ്റിട്ട് കുറച്ച് കഴിഞ്ഞ് ഏതാനും ചാകാൻ പോവാ. ഒന്ന് വായിച്ചേക്കാം. ആ വാക്യമാ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇതൊക്കെ പ്രത്യേകിച്ച് ഇമോഷനാണ്. നിങ്ങളൊന്ന് സഹകരിക്കണം ദേവി. നിങ്ങളുടെ പാസ്റ്റല്ലേ ഞാൻ. ഈ പുള്ളിയെ കരയാതെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ കാര്യമില്ലയോ? അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരാൻ. ലീഡ് മീ to the rock that is higher than me. നിന്റെ വിഷയത്തെക്കാൾ വലിയവൻ. ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ രോഗിയായി, ഇനി ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ല, എൻ്റെ കുടുംബത്തെ പോട്ടെ, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നവന് ഒരു വാക്യം പാഷേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവനുമായുള്ളവർ എൻ്റെ അടുക്കിലേക്ക് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വീണ്ടും വായിച്ചപ്പോൾ റെയിൽവേ പാളത്തിൻ്റെ അടുക്കിലേക്കല്ല പോയത്. ആ ട്രാക്കിൻ്റെ അടിയിലുള്ള അഡ്രസ് നോക്കി പാസ്റ്റർ ജോയ് വർഗീസിന്റെ വീട്ടിൽ ചെന്നു. അന്ന് രാവിലെ ആ പാറയെ അവൻ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ജീവിതം യേശുവിനായി കൊടുത്തു. അടുത്ത ദിവസം നേപ്പാളിൽ നിന്ന് കുടുംബത്തെ കൊണ്ടുവന്നു. അവർ കർത്താവിനായി ജീവിതം. ഞാൻ അവരെ സ്നാനപ്പെടുത്തി. ഇന്ന് സുവിശേഷം ഈ ഇവാനയിൽ എന്ത് സാജനോട് ഇല്ലല്ലോ, അവർ മക്കാനിൽ പോയിരിക്കുക. സാജൻ്റെ ബ്രദറിൻ്റെ കൂടെ ഇപ്പോൾ ഇവാനയിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യ ഡയറക്ടറാ. ഇവാനയല്ല, അവാന. പറഞ്ഞു അങ്ങനെ ആയിപ്പോയതാ. പുള്ളിയുടെ പേരറിഞ്ഞില്ല എല്ലാവരും. അവാനെ. നിങ്ങൾ മനസ്സിലാകുന്ന വിഷയം. ഈ വചനത്തിലൊക്കെ ജീവനുണ്ടെന്നേ. ഇത് പ്രസംഗിക്കുമ്പോഴെടുക്കുന്ന വിഷയമൊന്നുമല്ല, ജീവിതങ്ങളെ സ്പർശിക്കുന്ന ദൈവവചനമാണ്. ഒറ്റ വാക്യം മതിയെന്ന്. അതുകൊണ്ടാണ് വന്നത് ഇത് പ്രസംഗിക്കുമ്പോഴെങ്കിലും അലക്ഷ്യമായിരിക്കരുതെന്ന്. രജിപാഷ പാടുന്ന പാട്ടിലെങ്കിലും എഴുതാൻ എനിക്ക്
ഞാൻ ഒരു കാര്യം ഇവിടെ പ്രാർത്ഥന കർത്താവ് കഴിഞ്ഞ പ്രാർത്ഥനയായാലും പാട്ടാണെങ്കിലും തിരുവചനമാണെങ്കിലും ആരാധനയാണ്. Prayer is a worship. Singing song is a worship. Listening and meditating and preaching the word is a worship. അവന്റെ നാമത്തില് അതുകൊണ്ടല്ലേ സ്തോത്രം പറയുന്നേ. ഇനി ഒന്ന് സൂചിച്ചാടെന്ന് പറയുമ്പോൾ സൂചിക്കാൻ വേണ്ടിയുള്ളതല്ലിത്, ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ പറയാനുള്ളതാ. Praise the Lord. ഈ വ്യക്തി ഞാൻ പറഞ്ഞ ബൈബിളിലെ ദൈവത്തെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഒരു വിഷയം വരുമ്പോഴോ, നിങ്ങൾ ഓർക്കുന്നോ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, അപ്പനും അമ്മയും 7 വയസ്സുള്ള മകനും. അപ്പൻ മരിച്ചുപോയി. അമ്മയാ ഇത് നടന്ന സംഭവമാട്ടോ. അമ്മയാ കുഞ്ഞിനെ വളർത്തുന്നത്. കുഞ്ഞിന് അസുഖം ഒന്നും കൂടുതലായി. രാത്രിയിൽ അമ്മ കരയുക, മോൻ കരയുക. ആ വീട്ടിൽ ടേബിളിൽ അപ്പൻ്റെ ഫോട്ടോയുണ്ട്. കുഞ്ഞ് കരയുമ്പോഴൊക്കെയും അപ്പൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മോനെ പപ്പ വരും. വരുവോ ഇല്ലെന്ന് ആർക്കും അറിയത്തുള്ളൂ. പപ്പ വരും. അവനെ ആശ്വസിപ്പിക്കാൻ പറയുക. പപ്പ വരും. അവന് സഹിക്കാൻ വയ്യാത്തപ്പോൾ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടെൽ പപ്പ ടു കം ഔട്ട് ഫ്രം ദ ഫ്രെയിം. അതായത് ബൈബിളിലെ ദൈവത്തെ നമുക്കറിയാം. പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സ്തോത്രം പറയും. സ്പർശിച്ച വചനം വരുമ്പോൾ നമ്മൾ വലിയ ഹൃദയംഗമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. വിഷയം വരുമ്പോഴോ ആ വ്യക്തി എവിടാ? അതാ കുഞ്ഞ് പറഞ്ഞു, ഇറ്റ്സ് വെരി ഈസി ടു ഹിയർ ദ കംഫർട്ടിംഗ് വേർഡ് ഫ്രം ദ മദർ, ബട്ട് ടെൽ ഡാഡി ടു കം ഔട്ട് ഓഫ് ദ ഫ്രെയിം. ഞാൻ കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളില് അവനെ ഇറങ്ങി വന്നിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. ചൂടെഴുന്ന കമോൺ ഒന്ന് പാടിക്കോ ഓമ സഹോദരി. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമച്ചുളയിൽ. ഓ ചൂടെഴുന്ന ശോധന കൂടെ വന്നു ചേരുമച്ചുളയിൽ. ജീവിത സ്നേഹിതൻ പാരില ജീവിത സ്നേഹിതൻ പാരില. വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ. വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ. യോബിന്റെ ജീവിതത്തില് നമുക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനായി ഈ പുസ്തകത്തിൽ യോബിന്റെ ചൊറിയുടെ കാര്യവും ഇങ്ങനെ ചൊറിഞ്ഞ കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? മക്കൾ പോയി, അവർ പോയി, ഇവർ പോയി. പക്ഷെ അവസാനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഏത് വിഷയത്തിൽ കൂടെ പോയാലും ഒരു 42-ാം അധ്യായമുണ്ടെന്ന്. Even though we go through the valley of death, the shadow of death, still he is there. അവനവിടെയുണ്ട്. ഇവൻ അയ്യോ പറഞ്ഞ വാക്കൊന്ന് വായിക്കാമോ? അതല്ല അത് ശരിയാ, അത് ഞാൻ പറഞ്ഞതാ. അതുമല്ല ഞാൻ പറയാം, ഞാൻ ഒന്ന് പറയട്ടെ. കണ്ടോ ബ്രദറെ, ഞങ്ങളുടെ ചർച്ച കണ്ടോ? നിങ്ങളുടെ ആലോചനയൊക്കെ പോയി പറയണം കേട്ടോ. 23-ാം അധ്യായം 8:10 വായിച്ചേ. 23:8. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് പോയതാ. കഴിഞ്ഞ സൺഡേയും പാഷ പറഞ്ഞു അവനവിടെ ഉണ്ടെന്ന്. നിനക്കൊരു വിഷയം വന്നാൽ
നീ അവനെ അന്വേഷിച്ച് പോയാൽ കിട്ടുമെന്നൊക്കെ പാട്ട് പ്രസംഗിച്ചെന്നേ. പക്ഷെ ഞാൻ കിഴക്കൂടി വന്നപ്പോൾ അവനവിടെ ഇല്ല, അവനെ കണ്ടില്ല. അടുത്തത്, അവൻ പ്രവർത്തിച്ചു. അതല്ലയോ എന്നെക്കാളും ഈസിയായ വിഷയമുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ സൗഖ്യമായി. ഞാനത് കണ്ടു. ഞാൻ ഒരു പ്രാക്ടിക്കലാണ് പറയുന്നത് കേട്ടോ. ദൈവപ്രവൃത്തി കണ്ടതുകൊണ്ടാണ് ഞാൻ അവന് പിന്നാലെ പോയത്. പക്ഷെ ഞാനവനെ കണ്ടില്ല. ശ്രദ്ധിച്ചോ? ഇതാണ് ഇയ്യോബിന്റെ സാക്ഷ്യം. നമ്മുടെയോ ഇത് തന്നെയാണ്, ആ കൊച്ചൻ്റെ ഇത് തന്നെയായിരുന്നു. വിഷയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാനവനെ കണ്ടില്ല. ഈ ദൈവം നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട്, പ്രവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. 4 ദിവസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ആൾ ഇന്ന് കർത്താവിൻ്റെ വേലയിലാ. ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഈസി. എത്രയോ സാക്ഷ്യം പറഞ്ഞതാ, എത്രയോ ശുശ്രൂഷയിൽ കണ്ടതാ. മെഡിക്കൽ സയൻസ് തള്ളിയവൻ 4 ദിവസം ജീവിച്ചിരിക്കും. നിങ്ങൾക്കറിയാം സാക്ഷ്യം. 3-ാം ദിവസം കർത്താവ് അവനെ സൗഖ്യം. ലുക്കീമിയായിരുന്നു. ഇന്ന് ഒരു കർത്താവിൻ്റെ വേലക്കാരനാണ് കുടുംബസമേതം. ഒരു സ്വതന്ത്രം പറയാമോ? പക്ഷെ ഞാനവനെ കണ്ടില്ല. ചില വിഷയം വരുമ്പോൾ കർത്താവേ വേർ ആർ യു ചോദിക്കത്തില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഐ എം എ പാസ്റ്റർ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. പ്രസംഗിക്കാൻ പുൾപിറ്റ് കിട്ടിയ ഈസിയാ, മൈക്ക് മതി. ബട്ട് ലൈഫ് ഈസ് നോട്ട് ഈസി. ലൈഫ് ഈസ് നോട്ട് പ്രീച്ചിങ്. Praise the Lord. അടുത്ത വാക്യം പക്ഷേ അവന്റെ കിട്ടിയ ആശ്വാസം. എന്നാൽ ഞാൻ നടക്കുന്നു. അത് പോരായോ? പക്ഷേ അതൊന്ന് ഇംഗ്ലീഷ് വായിച്ചേ. But he knows the way I take. മതി. ഞാൻ നടക്കുന്ന വഴി. ഒരു നല്ല സ്തോത്രം പറയാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച നിന്നെ അവൻ അറിയുന്നില്ലെന്ന് വരുന്നില്ല. നിന്റെ രോഗം സൗഖ്യമായില്ലെന്ന് വിചാരിച്ച അവൻ യഹോവ റാഫ അല്ലെന്ന് വരുന്നില്ല. നിന്റെ വിഷയത്തിന്റെ വിടുതൽ ഇന്ന് കിട്ടിയില്ലെന്ന് വിചാരിച്ച അവന് വിടുവിക്കാൻ കഴിവില്ലാത്തവനെന്ന് വരുന്നില്ല. Praise the Lord. അതിന്റെ സാക്ഷ്യമാ ഇയ്യോബ്. Praise the Lord. നിങ്ങൾക്കറിയാമോ, പ്രവാചക പുസ്തകത്തിലൊരു വാക്യമുണ്ട്. എനിക്ക് യെശയ്യാവ് 42:16. ഐശയ്യാ 42:16. ഞാന് അപ്പൊ ആരെയാ നടത്തുന്നേ? കണ്ണ് കണ്ട എന്താ കുഴപ്പം? അതുവഴിയല്ല ഭാഷ പോകണ്ട, ഇതുവഴിയാന്ന് പറയും. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അത് സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ എന്നെ പോലെ ഇതുവഴിയെങ്കിലും പോകാൻ പറയും. തർക്കവും വാദവും പൗലോസ് പറയുന്ന ഈ കണ്ണു തുറന്ന് നടന്നാൽ അറിയേണ്ടതുപോലെ അറിയത്തില്ല. അന്ധനാണെങ്കിൽ അന്ധന്മാർക്ക് അല്ലയോ? സോറി, അന്ധനും കണ്ണു മൂലഭാഷ കുരുടന്മാർക്ക്
ആരറിയാത്ത? അവനറിയാ. ദൈവം അറിയുന്ന വഴിയാ. He knows the way. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്ന ഇതിലേ പോവുക. അവനുള്ളതുകൊണ്ടാണ് ഇന്നയോളം വന്നത്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവസാനിച്ചേനെ വെച്ചാ ഞങ്ങൾ ശുശ്രൂഷ നിൽക്കത്തില്ലായിരുന്നു. ജോലി രാജിവെച്ചിട്ടും പിന്നെയും ജോലി ചെയ്യാൻ പോയവനാ ഞാൻ. മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ അനുബന്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ച ഭാഷ ബാക്കി. ആ ആ ഓഹോ. അപ്പൊ അന്ധനാകുമ്പോൾ ഇരുട്ടു വെളിച്ചമാക്കുന്ന ഒരുവൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? കണ്ണടച്ച് നോക്കിയ അന്ധകാരമാ, ഇരുട്ടാ. പക്ഷെ അവൻ്റെ കൂടെ നടന്നാൽ ആ വഴി വെളിച്ചമായി അവൻ മാറ്റും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. സമയം പോകുന്നല്ലോ. ഞാൻ ഈ വചനങ്ങളെ, ഏത് വചനങ്ങൾ? നിന്നോട് പറഞ്ഞ വചനങ്ങളെ വിട്ടുകളയാതെ. പക്ഷെ ഇന്നലെ പാട്ടൊന്ന് പാടണേ. ഏതാന്നുള്ള പാട്ട് ചിന്തിക്കുക. മൈക്കൊന്നും എടുത്തു പോയില്ല. തന്നെയല്ല പോകുന്നേ, ആത്മാവാം വഴികാട്ടി കൂടെയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇത് അവസരം വരുമ്പോൾ പാടാൻ വേണ്ടിയുള്ള പാട്ടാ. ഇത് സന്തോഷിപ്പിച്ച പാട്ടൊന്നും അല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പാടിക്ക് പാട്ട്. എൻ്റെ സമയം എടുക്കാതെ പക്ഷേ. ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൻ്റെ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സഞ്ചാരി ആരാ വിളിക്കുന്നേ? ആത്മാവാം വഴികാട്ടി. Come to the rock higher than my problem. നമുക്ക് കൊണ്ട് വായിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ? ഭാരമേറിയ ഏതെങ്കിലും വിഷയമുണ്ടോ? അവ ഇത്ര വലിയ വിഷയമാണോ ഇത്? കം ടു ദ റോക്ക് ഹയർ ദാൻ യുവർ പ്രോബ്ലം. ഉന്നതൻ, അത്യുന്നതൻ. ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്താ ദാവീദ് അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികൾ. ഇപ്പം പോകുന്ന സാഹചര്യം അറിയാമോ? ഇത് എഴുതാനുള്ള സാഹചര്യം. അബ്ശാലോം
സ്വന്തം മകൻ. ദൈവമാണ് അവനെ രാജാവാക്കിയത്. ഇടയച്ചെറുക്കനെ ദൈവമായിരുന്ന ഇടത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന് രാജസ്ഥാനത്ത് കൊണ്ടുവന്നു. പദവി കൊടുത്തു, സൈന്യം കൊടുത്തു, പണം കൊടുത്തു, പിന്നെന്തുവാ, എല്ലാം കൊടുത്തു അവന്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. സാഹചര്യങ്ങൾ ദൈവം തന്നതാണെങ്കിലും മാറും. ദൈവത്തിൻ്റെ പർപ്പസിലാണ് നാം പോകുന്നതെങ്കിലും ചില സാഹചര്യത്തിൽ ദൈവമേ എന്ന് വിളിച്ചു പോകും. ബട്ട് ബി ഇൻ ദ സെൻറ്റർ ഓഫ് ഹിസ് വിൽ. ദൈവഹിതത്തിൻ്റെ സെൻറ്ററിലാണെങ്കിൽ തൽക്കാലം അവൻ ഇല്ലെന്ന് തോന്നിയാലും അവൻ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 77 സങ്കീർത്തനത്തിലുണ്ട്. 77 11-12 വായിച്ചേ. 77 11-12. ആ ആമേൻ. എന്താ ഇന്നും വന്ന് കർത്താവിനോട് പറയുന്ന ഈ കാര്യം? നടത്തിയ വിധങ്ങളാ. ആണോ അല്ലയോ? ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മുടെ കൈക്ക് പിടിച്ച് നടത്തിയ ദിവസം ഓർക്കുന്നുണ്ടോ? അന്നവൻ നടത്തിയെങ്കിൽ ഇന്നും അവൻ നടത്തും. അന്നവൻ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും അവൻ സൗഖ്യമാക്കും. അന്നവൻ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഇന്നും അവൻ ധൈര്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളാ നമ്മെ മുന്നോട്ട് പോകുവാൻ ധൈര്യപ്പെടുത്തുന്നത്. ആണോ അല്ലയോ? അതെ. ഒരു വിഷയം വന്ന് ഹൃദയം ക്ഷീണിച്ചപ്പോൾ എന്തിനാ അങ്ങോട്ട് നോക്കിയത്? എനിക്ക് ശാശ്വതമായൊരു പാറയുണ്ട്. അവന് ലഭിച്ച എല്ലാം, ടെമ്പിള് പോയി, പൊസിഷൻ പോയി, പാലസ് പോയി, സൈന്യം പോയി, പെട്ടകം പോയി. ഇപ്പൊ ഒന്നുമില്ല. ആ സിറ്റുവേഷനിൽ സ്വന്തം മന്ത്രി പോലും പോയി. സ്വന്തമെന്ന് പറഞ്ഞ ഒരു വിഷയം വന്നാൽ ഷെയർ ചെയ്യാനുള്ള ആളാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഏത് വിഷയം വന്നാലും ഇന്നാരൊക്കെ കൂടെ കാണുമെന്ന് പറയുന്നു വരും. സമയം വരുമ്പോൾ പോകും. ആത്മാവ് വഴികാട്ടി. ഈ സന്ദർഭത്തിൽ 5 മിനിറ്റുമുണ്ട്. ഈ സന്ദർഭത്തിൽ അവന് ധൈര്യം കിട്ടാൻ ഉള്ള കാര്യം ആ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു വിടാം. എനിക്ക് അത്യുന്നതമായൊരു പാറയുണ്ട്. 2, എനിക്കൊരു സങ്കേതമുണ്ട്. 3, ശത്രുവിന് നേരെ എനിക്കൊരു ഉറപ്പുള്ള ഗോപുരമുണ്ട്. 4, എനിക്ക് വസിക്കുവാൻ ഒരു കൂടാരമുണ്ട്. 5, എനിക്ക് ശരണമായി അവൻ്റെ ചിറകിൻ മറവുണ്ട്. ഓ, ഇതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ക്ഷീണിച്ചു പോകത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് അത്യുന്നതമായൊരു പാറയുണ്ട്. There is a rock higher than my problem. 2, എനിക്കൊരു സങ്കേതമുണ്ട്. 3, എനിക്ക് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ട്. 4, എനിക്ക് വസിക്കുവാൻ ഒരു കൂടാരമുണ്ട്. 5, ശരണം പ്രാപിക്കുവാൻ ഒരു ചിറകിൻ്റെ മറവുണ്ട്. Under his wings. ഒരു 4 മിനിറ്റ് കൊണ്ട് ഒരു വിഷയം മാത്രം ഞാൻ പറയട്ടെ. അത്യുന്നതനായ ഒരു പാറ. നിന്റെ പ്രശ്നത്തെക്കാൾ വലിയ ഒരുവൻ. ഈ പാറ ആരാന്നറിയാമോ? അനുഗമിച്ച പാറ. പൗലോസ് പറയുന്നു, ആ പാറ ഏതാ? ക്രിസ്തു അത്രേ. ക്രിസ്തു അത്രേ. ക്രിസ്തു അത്രേ.
ഞാൻ ലാസ്റ്റിൽ വായിച്ച വേദഭാഗത്തെ ഇടയ്ക്ക് ഒത്തിരി കാലം കൊണ്ട് പറയാൻ സമയമില്ലല്ലോ. പീറ്റർ പറയുക, അതിന് പത്രോസ്, നീയാണെങ്കിൽ ഞാനങ്ങ് വരിക എന്ന് പറഞ്ഞോ? ഇല്ല. നീയാണെങ്കിൽ ഞാനങ്ങ് വരുവാന്ന് പറഞ്ഞില്ല. ഇംഗ്ലീഷിൽ കമാൻഡ് മീ, ടെൽ മീ, കം ഓൺ, കോൾ മീ നിയർ ടു യു. കമാൻഡ്. എൻ്റെ സിറ്റുവേഷൻ നിനക്കറിയാം. നിനക്കറിയാമല്ലോ ആ വിഷയം, പലപ്പോഴും പറയാനുള്ള വിഷയമാണ്. ചില സിറ്റുവേഷനിൽ ഹീസ് വിത്ത് അസ് എന്ന് തോന്നിപ്പോകും. ചില സിറ്റുവേഷനിൽ അയ്യോ കർത്താവേ നീ എവിടാ? ഒരു സ്ഥലത്ത് യേശു കൂടെ പോയി ചെയ്തിട്ടില്ലേ? വേറൊരു പടകിൽ യേശു ഇല്ല. ആ സമയത്ത് ആശ അറ്റുപോകുന്ന സാഹചര്യം വന്നു. ഞാനങ്ങ് പറയും, അതും ഒരു ഭൂമിയുടെ അറ്റമാണ്. വെള്ളം മാത്രമേ ഉള്ളൂ, കര കാണുന്നില്ല, കരയില്ല. രാത്രിയുടെ 4-ാം യാമം, ഇരുട്ട്. നമ്മൾ വായിച്ച വാക്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോരണേ. അന്ധന്മാർക്ക് വഴി കാണിക്കുന്ന ദൈവമാണ്. പണ്ണിലിപ്പോൾ എന്തോ ഇരുട്ടാ. ഇരുട്ട് താൻ വെളിച്ചം പകരുന്നവനാ. ഇതാ വരുന്നു. ആരാ വരുന്നേ? സകലത്തിൻ്റെയും വെളിച്ചമായവൻ. ആർക്ക് വേണ്ടി? അന്ധന്മാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? വഴി അറിയാത്തവന് വേണ്ടി. ആർക്ക് വേണ്ടി? നിരാശയിൽ മുങ്ങാൻ പോകുന്നതിന് വേണ്ടി. ഓ, ആർക്ക് വേണ്ടി? നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ ഫ്ലൈറ്റിലൊക്കെ വലിയ വലിയ പ്രാസിംഗിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ ടർബുലൻസ് വന്നാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാ. 90 ഞാൻ പ്രാക്ടിക്കലാണ് പറഞ്ഞത്. ഞാനും പിടിച്ചിട്ടുണ്ടേ. നിങ്ങളൊന്നും പിടിക്കാത്തവർ അവല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ തിരമാലയും കോളും ഉള്ള ആ പടകിനകത്തോ ഭൂമിയുടെ അറ്റമാൻ തോന്നിയ പ്രശ്നമുണ്ടോ? കര കാണാത്ത അനുഭവത്തിൽ തിരമാല കൊണ്ടും പ്രശ്നം കൊണ്ടും ഒന്നിനു പിന്നെ ഒന്നാലെ വരുമ്പോൾ അവൻ അടുക്കിലേക്ക് വന്നു. അവൻ പറഞ്ഞറിയാമോ? ഭയപ്പെടേണ്ട, ഞാനാ. വിഷയത്തിന് മതി അവൻ വരുമെന്നേ. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് പകൽക്കാലം ഈ വാക്ക് കേട്ട് ധൈര്യത്തോടെ പോകണം. ഈ വർഷത്തിൽ ഒന്നാം ദിവസം എന്നോട് സംസാരിച്ചതാ, ഭയപ്പെടേണ്ട. അതിൻ്റെ അർത്ഥം ഭയപ്പെടുന്ന സാഹചര്യം നമുക്ക് വരും. ദൈവാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുക, ഭയപ്പെടേണ്ട. ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാനാ. എൻ്റെ പേരാ ശാശ്വതമായ പാറ. ഇത് ഒരുത്തം മനസ്സിലാക്കി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഈസിയാണെന്ന് വിചാരിക്കരുത്. ആരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുമോ? പക്ഷേ അവൻ നോക്കി, താങ്ക് യു. നിങ്ങൾ വരാതില്ല കുഞ്ഞ്, ഞങ്ങൾ നീന്താതെ ബാക്കിയോടെ വന്നാട്ടെ സൈന്യം മുഴുവനും. ഞാനും ചോക്കട്ടെ, ഇതാരെങ്കിലും വെള്ളത്തിൽ ചവിട്ടുമോ? വെള്ളത്തെ നോക്കിയാൽ ചവിട്ടത്തില്ല. നോക്കിയത് മുമ്പ് നിൽക്കുന്ന പാറയാ. ആണോ അല്ലയോ? വെള്ളത്തെ നോക്കിയാൽ ചവിട്ടത്തില്ല. പ്രശ്നത്തെ നോക്കിയാൽ കിസ് മുൻപോട്ട് പോകത്തില്ല. നോക്കേണ്ടത് സകലത്തിലും ലാക്കും. സകലത്തിലും the author and the finisher of your faith. He is standing there. അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ പറയുക, കം. അതില്ലേ പറയുന്നത്, ലീഡ് മീ. എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അതുകൊണ്ടാണ് അവൻ അറിയത്. ഒരു സ്വന്തം പറയാമോ? ഇന്ന് പകൽക്കാലം ആ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഈ ജീവിതയാത്ര ഒരു പടകിലെ യാത്രയാ എന്ന് പറയുന്നുണ്ട്. അവസാന നിമിഷം വരെ കാറ്റും കോളുമുണ്ട്. ശ്രദ്ധിക്കണേ.
എന്നാൽ ഈ ദിവസങ്ങളിൽ അവൻ വരും. അവൻ വന്ന് വിളിക്കും, എൻ്റെ ജനമേ ഇവിടെ കയറി വരുവീ. ഇത് മനസ്സിലായ ചോദിക്കാമോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.